ഹലോ നമസ്കാരം. ഇത് ഡിസംബർ 27 മോർണിംഗ് ആണ്. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് തുടങ്ങുവാണേ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ റീൽസ് ഇട്ടിരുന്നത് എല്ലാവരും കണ്ടു കാണുമല്ലോ. ഞാൻ പറഞ്ഞ് അതിനകത്ത് ഇട്ടിരുന്നു നമ്മുടെ നാട്ടിലെ 41 ചെറുപ്പ്. അപ്പോൾ ഇവിടെ അടുത്ത് നമ്മുടെ വീടിൻ്റെ ഒരു 2-3 വീടപ്പുറം നമുക്ക് ഗുരുമന്ദിരം ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ ആഘോഷങ്ങളും ഈ ഗുരുമന്ദിരത്തെ ചുറ്റിപ്പറ്റി വർഷത്തിൽ അല്ലെ ഒരു 41 ദിവസത്തെ ചെറുപ്പ്, അല്ലെങ്കിൽ പിന്നെ വിഷുവിൻ്റെ ടൈമിൽ നമുക്ക് ഉത്സവം, അങ്ങനെ കുറേ ഉത്സവങ്ങൾ, അങ്ങനെ ഇങ്ങനെ എല്ലാം നമ്മൾ ഈ ഗുരുമന്ദിരത്തെ ചുറ്റിപ്പറ്റി അവിടുത്തെ ആൾക്കാരുടെ ജീവിതം തന്നെ. സോ ഇന്ന് ഈ 41 ദിവസത്തെ ചെറപ്പ് കഴിയുന്ന ദിവസമാണ്. അപ്പം അത് കഴിയുന്ന ദിവസം ഇവിടെ ഭയങ്കര വിളക്കുകളും ഉണ്ട്, അലങ്കാരം, ദീപം 50,000-ൽ പരം ദീപങ്ങൾ തെളിയിച്ചു കൊണ്ടുള്ള ഒരു ഈവനിങ് ആകുമ്പോഴത്തെ ഒരു ദീപാരാധനയൊക്കെ ഉണ്ട്. അത് ഭയങ്കര ലൈറ്റ്സ് കൊണ്ട് അറേഞ്ച്മെൻറ്റുകളാണ്, ഭയങ്കര ഭംഗിയാണ് കാണാൻ. അപ്പം ഉച്ചയ്ക്ക് നമുക്ക് അതുപോലെ ഫുഡും ഉണ്ട്. അതായത് നമ്മളവിടെ കഞ്ഞി വെക്കും. കഞ്ഞിയും അസ്ത്രവും എന്ന് ഇവിടെയൊക്കെ പറയും, കഞ്ഞിയും കറിയും വെക്കും. അപ്പോൾ അതിന് ഇന്ന് ഉച്ചയ്ക്ക് നമുക്കെല്ലാം അപ്പം അങ്ങോട്ട് പോകണം. അതിന് മുമ്പായിട്ട് അത് ഫുഡ് ഉണ്ടാക്കാൻ തൊട്ടേ പോകണം. അപ്പോൾ രാവിലെ നമുക്ക് വീട്ടിൽ ദോശയാണ്. ദോശയ്ക്ക് വേണ്ടി ചട്നിക്ക് കടുക് വറുത്തതാണ് നിങ്ങൾ കണ്ടത്. പിന്നെ ദോശ ഉണ്ടാക്കി കഴിച്ച് കുളിച്ചിട്ട് വേണമല്ലോ ഈ ഫുഡൊക്കെ എടുക്കാൻ പോകുമ്പോഴെല്ലാം കുളിച്ച് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് ഗുരുമന്ദിരത്തിൻ്റെ അവിടോട്ട് അങ്ങ് പോകാമെന്ന് വിചാരിക്കുക. ഈ സമയമൊക്കെ എനിക്കങ്ങ് വയ്യ, എന്തൊക്കെയോ അസ്വസ്ഥതകളൊക്കെ എനിക്കുണ്ട്. എന്തോ വയറിന് ഇന്നലത്തെ നൈറ്റ് തൊട്ടേ എനിക്ക് വയറിന് എന്തോ സുഖമില്ല. ഇങ്ങനെ വിശക്കുന്നുണ്ടോ ഇല്ല, വിശപ്പില്ല, വെള്ളം പോലും കുടിക്കാൻ തോന്നുന്നില്ല, വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട് എന്നാൽ വൊമിറ്റ് ചെയ്യുന്നില്ല, അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നതെന്ന് പറയുമ്പം ഡിസംബർ 29. ഇത്രയും ആയിട്ട് പോലും എനിക്ക് ഇത് സുഖമാകുന്നില്ല. അപ്പോൾ അന്ന് തന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടണമെന്നായിരുന്നു വിചാരിച്ചേ. എനിക്ക് പക്ഷെ ഒട്ടും വയ്യ. അങ്ങനെ ഈ ഇത്രയും ലേറ്റായിപ്പോയേ ഓടി വരാൻ. അങ്ങനെ അമ്മ ഞങ്ങളെക്കാട്ടിലും മുമ്പിൽ റെഡിയായി പോയിരുന്നു. അപ്പോൾ ഇവർ എല്ലാവരും കൂടി ഇരുന്ന് കറിക്ക് വേണ്ടി അരിയുക. ഇതൊരു ഭയങ്കര ഒരു സന്തോഷമായി, ഇത്രയും ആൾക്കാരുടെ ഒത്തുകൂടൽ. ഇവർക്ക് ഈ കഞ്ഞി കഴിക്കാനോ അല്ലെങ്കിൽ കറി കഴിക്കുന്നതിനേക്കാട്ടിലും അവർക്ക് സന്തോഷം എല്ലാവരും കൂടെ ഒന്നിച്ചുള്ള ഈ സംസാരവും, ഈ കറിക്കരിയുന്ന സമയത്തെ സംസാരവും. ഇപ്പോൾ ഇത്രയും പേര് കറിക്കരിയുന്നുണ്ടെങ്കിലും കുറേ ആൾക്കാർ തേങ്ങ തിരുമാനും മറ്റു ആവശ്യങ്ങൾ ഓരോരോ വീടുകളിലോട്ട് പോയിട്ടുണ്ട്, അത് അരച്ചു കൊണ്ടുവരാനും. ഇപ്പം 2 അടുപ്പിലായിട്ടാണ്. ഇപ്പുറത്താണ് കഞ്ഞി വേകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഗുരുമന്ദിരം. ഇപ്പം മോർണിംഗ് ടൈമിൽ ഗുരുമന്ദിരത്തിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഇപ്പം വായന, അതായത് ഭാഗവതം വായിക്കുമല്ലോ, ആ വായന നടന്നുകൊണ്ടിരിക്കുക. വായിക്കുന്നത് എന്നെ പഠിപ്പിച്ച എൻ്റെ ഒരു അധ്യാപകനാണേ. അപ്പോൾ സാർ അവിടെ നിന്ന് വായിക്കുന്നുണ്ട്. വീണ്ടും ഞാനിവിടെ വന്നപ്പോഴത്തേന് എൻ്റെ അടുത്ത് തന്നെ ഇവരെല്ലാം ഇരുന്ന് ഇത് ചെയ്യുന്നത്. അപ്പം ചേനയൊക്കെ അരിയുന്നു. പിന്നെ എന്നെ അങ്ങ് പറഞ്ഞു വിട്ടു കേട്ടോ. ഈ ചേന കുക്കറിൽ വെച്ച് വേവിക്കാനായിട്ട് എന്നെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു. പോകുമ്പോഴൊന്നും ഞാൻ പറയട്ടെ, എനിക്ക് സുഖമില്ല. പല ഗ്യാങ്, ഇത് ചെറിയ ഗ്യാങ്, ഇത് ആണുങ്ങളുടെ വലിയ പ്രായമുള്ളവരുടെ ഗ്യാങ്. ഇനി ഇച്ചിരി കൂടെ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ വകയായിട്ടാണ് ഇവിടെ ഈ വിളക്കൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരെല്ലാം അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോയിക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, പല ഗ്യാങ് തിരിഞ്ഞിട്ടാണ് ഇവിടെ ഓരോ ജോലികൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ അരി കഴുകിയിടുന്ന, എനിക്ക് ഇതിൻ്റെ എല്ലാം മേൽനോട്ടത്തിനായിട്ട് മെയിൻ ഷെഫായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അരി കഴുകുന്നു. അപ്പോൾ അരി കഴുകിയിടുക, പ്രാർത്ഥിച്ചിടാൻ പറയുക. ആദ്യമത്തെ ഒരു പിടി അരി വാരിയിടുന്നു. അപ്പോൾ അരി കഴുകിയിട്ടു. ഇനി അതവിടെ വെന്തോളും. അടുത്ത കറിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. അപ്പം ഇനി ആ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ ഒരു സെക്ഷനായിട്ട് തിരിഞ്ഞ് കഴുകുന്നുണ്ട്. അത് കഴുകി മാറ്റുമ്പോഴത്തേന് ഇത് അടുപ്പിലാകുമ്പോഴത്തേന് അരയ്ക്കാൻ പോയിരിക്കുന്നവരെല്ലാം അരച്ചുകൊണ്ട് വരും. എല്ലാവരും കൂടെ അങ്ങ് ചെയ്യും. അപ്പോൾ എല്ലാവരും കൂടെ ചെയ്ത് ഒന്നിച്ച് വെച്ചു, ഒന്നിച്ച് കഴിച്ചു. അതൊക്കെ വലിയൊരു സന്തോഷമാണല്ലോ. ഇതൊക്കെ ഒരു സന്തോഷം. അപ്പം കറിയാണ് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത അടുപ്പിൽ തന്നെ വലിയ അടുപ്പിൽ കഞ്ഞിയാവുന്നുണ്ട്. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ അകത്ത് കത്തിക്കാനുള്ള വിളക്കും കാര്യങ്ങളും ഒക്കെ ഒരു സെക്ഷൻ തിരിഞ്ഞ ആൾക്കാർ അകത്തിരുന്ന് തേച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഞാനും കുറച്ച് നേരം അവരുടെ കൂടെ പോയി എല്ലാം ചെയ്ത് കൊടുത്തായിരുന്നു അവർക്കും. അതെല്ലാം കഴിഞ്ഞ് വിളക്ക് തേപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കഞ്ഞി റെഡിയായി. ഒരുവിധം ആൾക്കാരൊക്കെ എല്ലാവരും വന്ന് കഴിച്ചിട്ട് പോയിരുന്നു. ലാസ്റ്റിലാണ് വന്ന് ഞങ്ങൾ കഴിക്കാനൊക്കെ ഇരുന്നത്. അപ്പം കഴിച്ചു, പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നു. അങ്ങനെ കഞ്ഞിയും കറിയും കുടിച്ച് കുറച്ച് കഴിച്ചു, എനിക്ക് കഴിക്കാൻ വയ്യ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് കുറേ നേരം കിടന്ന് ഉറങ്ങിയിട്ടും ഒന്നും എൻ്റെ വയ്യാഴിക മാറിയില്ല.
അതെല്ലാം കഴിഞ്ഞു. എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഗുരുമന്ദിരത്തിൽ വന്നു. ഇനിയും വൈകിട്ടത്തെ വിളക്കിനുള്ള എല്ലാ ഒരുക്കങ്ങളാണ്. അപ്പം ഇതിനു വേണ്ടി വിളക്കുകളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഈ വിളക്കുകളൊക്കെ ഇങ്ങനെ തേച്ച് മിനുക്കിയെടുത്ത് വെച്ചിരിക്കുകയാണ്, പൂവൊക്കെ വെച്ച് അലങ്കരിച്ച്. അകത്ത് മാത്രമല്ല, ഗുരുമന്ദിരത്തിന് പുറത്തും ഒക്കെ ഒരുപാട് വിളക്കുകൾ കത്തിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, 50,000-ത്തിലധികം വിളക്കുകൾ നമ്മളിന്നിവിടെ കത്തിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും എത്തിയിട്ടുണ്ട് ഗുരുമന്ദിരത്തിൽ. അപ്പം അങ്ങനെ ഓരോരോ ചടങ്ങുകളായിട്ട് എല്ലാം കഴിഞ്ഞു. അങ്ങനെ മെയിൻ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ വെളിയിൽ നിൽക്കുന്നു ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട്, അവിടെ ഇവിടെ എല്ലായിട്ടും നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇപ്പോൾ ഈ വിളക്കുകളെല്ലാം കത്തിച്ച് തുടങ്ങും. അപ്പം മെയിൻ വിളക്ക് കത്തിച്ചാൽ അടുത്ത എല്ലാ വിളക്കുകളും കത്തിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. എല്ലാം കത്തിക്കഴിഞ്ഞിട്ട് ഒരുപാട് ദൂരേന്നേ കാണുമ്പോഴത്തെ ഒരു വ്യൂ ആയി കാണുന്നത്. ആ യെല്ലോ കളർ ബൾബുകളും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ഭംഗിയായിരുന്നു. പിന്നെ നല്ല വെടിക്കെട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്ന് ഞങ്ങളുടെ 41 ദിവസത്തെ കാത്തിരിപ്പ് എന്ന് പറയാം, ഒരു വലിയ ഉത്സവം പോലെ തന്നെ ഞങ്ങൾക്ക് ഇതും വളരെ പ്രിയപ്പെട്ടതാണ്. നാട്ടുകാർ മുഴുവൻ ഇത് സത്യം പറയുകയാണെങ്കിൽ ജാതി മത ഭേദമന്യേ എല്ലാവരും നാട്ടുകാർ അവിടെ ഉണ്ട്. എല്ലാവരും ആ പ്രദേശത്തുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട് വിളക്ക് കത്തിക്കാനും കാണാനുമായിട്ട്. വളരെ സന്തോഷമായിട്ട് നമ്മൾ പോകുന്ന ഒരു ദിവസങ്ങളാണ്. ഇനിയും ഇവിടെ കുറേ ഈവൻസൊക്കെ ഉണ്ട്. ഞാനിതെല്ലാം പറ്റുന്ന പോലെ എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് വേണ്ടി എത്തിക്കാവുന്നതാണ്. ഇനി ഇവിടെ കുറേ ഇവൻറ്റ്സൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ ഇതുപോലെ എന്നെയും കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് ഞാനിവിടെ അപ്ലോഡ് ചെയ്യാം. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ, ഈ വീഡിയോ കാണുന്നവരെല്ലാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോ മുഴുവനായി കാണണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് എന്നെ അറിയിക്കണം. ഓക്കെ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചേക്കുന്ന യൂത്ത് മൂവ്മെൻ്റാണ്. അവരാണ് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നത്. പിന്നെ അവർ മധുരമൊക്കെ തന്നിരുന്നു, പ്രഥമനൊക്കെ തന്നിരുന്നു. പിന്നെ നല്ല വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. അതും കണ്ടത് ഭയങ്കര ഭംഗിയായിരുന്നു. കുറേ സമയത്തേനുണ്ടായിരുന്നു. അപ്പോൾ കുറേയൊക്കെ ഷൂട്ട് ചെയ്തു. അതും ഭംഗിയായിരുന്നു. പിന്നെ നൈറ്റ് നമുക്കവിടെ ഭജന ഉണ്ടായിരുന്നു. അപ്പം ഭജനയ്ക്ക് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പായിട്ട് അവിടെ പ്രാർത്ഥനാ സംഘത്തിൻ്റെ മന്ദിരത്തിലെ പ്രാർത്ഥനാ സംഘം, വനിതാ പ്രാർത്ഥനാ സംഘമുണ്ട്. അവരുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. ഇത് കുറേയും കൂടെ ലേറ്റായിട്ടാണ് ഇവിടെ ഒരു ഭജനയൊക്കെ ഉണ്ടായിരുന്നു. അതോടുകൂടി നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം കഴിയുകയാണ്. ഈ വർഷത്തെ 41 ചെറുപ്പ് ഇവിടെ അവസാനിക്കുക. ഇനി അടുത്ത വർഷം വരെ എല്ലാവർക്കും കാത്തിരിക്കണം. ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പാണ് എല്ലാവർക്കും.